എല്ലാവർക്കും പുതിയൊരു യാത്രാവിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നുള്ളത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ആന പുനരധിവാസ കേന്ദ്രത്തിലാണ്. ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആയരനാട് നിന്ന് കുറച്ചു മാറി കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് ഒരു ദിവസം പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ സ്പോട്ടാണ്. നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് പോകാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടും കൂടെയാണ് ഈ കോട്ടൂരിലെ ആന പുനരധിവാസ കേന്ദ്രം. ഏകദേശം 30-ലധികം ആനകൾ ഇവിടെ ഉണ്ട്. 80 വയസ്സുള്ള സോമൻ മുതൽ 4 വയസ്സുള്ള കുറുമ്പി ആനക്കുട്ടി വരെ നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അടത്തിന് 50 രൂപയും കുട്ടികൾക്ക് 35 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇതിന് അകത്തൂടെ ആണ് ഈ ബിൽഡിങ്ങിൻ്റെ, അതായത് എൻട്രൻസിനകത്തൂടെയാണ് അകത്തിറങ്ങേണ്ടത്. ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡ് കാണുന്നത് അതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. വാഹനങ്ങളൊക്കെ കയറി പോകാനുള്ള എൻട്രൻസ് ആണ്. നമുക്ക് വാഹനം പാർക്ക് ചെയ്യാൻ ഇതിൻ്റെ പുറത്ത് തന്നെ വിശാലമായ ഒരു സ്ഥലം ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ രാവിലെ 8 മണി മുതൽ ആനകളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ഒരു മനോഹരമായ കാഴ്ച കാണാൻ പറ്റും. അത് നമുക്ക് സന്ദർശകർക്ക് കാണാനുള്ള സൗകര്യവും ഇവിടെ അവർ ചെയ്തിട്ടുണ്ട്. ഈ ആനകളെ കുളിപ്പിക്കുന്നത് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ റിസർവെയർ ആണ്. ഇവിടെ നമുക്ക് 10 മണിക്ക് മുന്നേ വന്നാൽ മാത്രമേ ഈ മനോഹരമായ കാഴ്ച കാണാൻ പറ്റൂ. ഓരോ കടവിലും ആനകളെ ഇങ്ങനെ ഇറക്കി കിടത്തി കുളിപ്പിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് 80 വയസ്സ് മുതൽ 4 വയസ്സ് വരെ, അതായത് 80 വയസ്സായ ഒരു മുത്തശ്ശൻ ആന മുതൽ 4 വയസ്സായ കുട്ടി ആനകൾ വരെ നമുക്ക് ഇവിടെ ഈ ആനക്കോട്ടിൽ, അതായത് ഈ കോട്ടൂർ എലിഫന്റ് പാർക്കിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്ന് നമുക്ക് നേരെ ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഫോറസ്റ്റിനകത്തോട്ട് നമുക്ക് എൻട്രൻസ് ഇല്ല, അല്ലെങ്കിൽ കുറച്ച് മനോഹരമായ കാഴ്ചകൾ അതിനകത്ത് കാണാമായിരുന്നു. മുന്നേ അതിനകത്തോട്ട് വിടുമായിരുന്നു. ഇപ്പോൾ ആ കാഴ്ചകൾ നമുക്ക് വളരെ അടുത്ത് ആനയെ കുളിപ്പിക്കുന്നത് വേണ്ട, ഇത്രയും അടുത്ത് തന്നെ നമുക്ക് നിന്ന് ആനകളെ കുളിപ്പിക്കുന്നതൊക്കെ കാണാൻ കഴിയുന്ന ഒരു മനോഹരമായ കാഴ്ച. അതൊന്നല്ല, അങ്ങനെ നേരത്തെ അങ്ങോട്ട് വരിയായി ആനകളെ കിടത്തി കുളിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ ഇവരുടെ കുളിയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തൊട്ട് മുകളിലായിട്ട് ഒരാൾ ഇങ്ങനെ തലയൊക്കെ ആട്ടി ഡാൻസൊക്കെ കളിച്ച് നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരൻ കുറച്ച് മതപ്പാടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ നമ്മളുടെ സെക്യൂരിറ്റി അടുത്തോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. കുറച്ച് പ്രശ്നത്തിലാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അങ്ങനെ അതിനെ ആ മേളിൽ തന്നെ നിർത്തിയിരിക്കുന്നത്. താഴെയൊന്നും കൊണ്ടുവരുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ആ കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. അതും ഒരു വളരെ മനോഹരമായ കാഴ്ച. ഇത് ഇവിടുത്തെ ബോട്ടിംഗ് ആണ്. ഇവിടെയാണ് ബോട്ടിങ്ങിൻ്റെ കൗണ്ടർ. അപ്പം ഇവിടെ ഒരാളുടെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ കാണികളായി നിൽക്കുന്ന ആൾക്കാരെയൊക്കെ പറഞ്ഞ് മാറ്റുന്നുണ്ട് അവർ. അപ്പോൾ ഇതിനെ കൊണ്ടുപോയി നേരെ ഫുഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കൂടുതലായും കാട്ടിൽ നിന്ന് അപകടങ്ങളിൽപ്പെട്ട ആനകളും അല്ലാതെ നാട്ടിൽ അനധികൃതമായി വളർത്തുന്ന, അതായത് അനധികൃതമായി ആനകളെ വളർത്തുന്ന, ഇതൊന്നും പിടിച്ചെടുക്കുന്ന ആനകളുമാണ് കൂടുതലും ഇവിടെ പരിപാലിക്കപ്പെടുന്നത്. ഇവിടെ കാട്ടിൽ നിന്ന് കിട്ടിയ ആനകളെ പിന്നെ തിരിച്ചു വിടാറില്ലെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അതെ, ഇവനെ കൊണ്ടുപോവാണ്. ഇതാണ് നമ്മുടെ നെയ്യാറിൻ്റെ റിസർവെയർ. ഇവിടെ നല്ലൊരു മനോഹരമായ കാഴ്ചയാണ്. വളരെ ഈ ബോട്ടിങ്ങും നല്ലൊരു ബോട്ടിങ്ങാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ബോട്ടിങ്. കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആനയാണ് നമ്മൾ ഈ കാണുന്നത്. കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അവൻ്റെ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള പോക്കാണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞ് ഓരോ ആനകളും ഇതേപോലെ കുളിച്ച് നേരെ അവർ കരയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്.
നേരെ ഇവരെ ആദ്യം കൊണ്ടുപോകുന്നത് ഇനി ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ കുളി കഴിഞ്ഞ ഇവന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ് ഈ ഒരു നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഓരോ പാപ്പാന്മാരും ഓരോ ആനകൾക്കും പ്രത്യേകം പ്രത്യേകം ഭക്ഷണം തയ്യാറാക്കിയത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു മനോഹരമായ കാഴ്ചയാണ്. ഭക്ഷണം കൊടുക്കുന്ന കാഴ്ച കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് കുട്ടി ആനകളെ കെട്ടിയിരിക്കുന്ന കുഞ്ഞാനകളെ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ആദ്യം മനു 8 വയസ്സെന്ന് കാണിക്കുന്ന ഒരാൾ ആനയെ കാണാൻ കഴിയും. ഇത് മോഴ ആനയാണ്. ഈ മോഴ ആനയെ കുറിച്ച് പറയുകയാണെങ്കിൽ കാട്ടിലെ ഇവന്മാരെ മറ്റ് ആനകൾ അകറ്റി നിർത്തുകയാണ്. കാരണം കാണാൻ ഭംഗിയും എല്ലാം ഉണ്ടെങ്കിലും ഇവന് കൊമ്പ് കാണില്ല. ഇതിനെ നമ്മൾ മോഴ ആന എന്ന് പറയും. ചിലർ ഇതിനെ ആനകളുടെ കൂട്ടത്തെ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയാറുണ്ട്. എങ്കിലും ആനകളിൽ ഇവന്മാർക്ക് ഉള്ള അത്ര ആരോഗ്യവും ബലവും ആ ഒരു കരുത്തുമൊന്നും മറ്റ് ആനകൾക്കില്ല എന്നാണ് അറിയുന്നത്. ഇത് നമ്മുടെ കാട്ടിൽ നിന്ന് മറ്റ് ആനകൾ ഇവരെ അവരുടെ കൂട്ടത്തിൽ കൂട്ടാതെ പുറത്താക്കുകയും ഇത് നമ്മുടെ ആൾക്കാർ താമസിക്കുന്ന ജനവാസ പ്രദേശത്തേക്ക് വരികയും, അതായത് കാട്ടിന്റെ അതിർത്തിയിലോട്ട് വരികയും ചെയ്യും. അവിടെ നിന്ന് ജനങ്ങൾ വീണ്ടും തിരിച്ച് ഇതിനെ ഓട്ടിക്കുന്ന ഒരു അനുഭവമാണ് ഈ മോഴകൾക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ വളരെ സംഘർഷമായ ഒരു ജീവിത രീതിയിലൂടെയാണ് ഈ മോഴകൾ ജീവിക്കുന്നത്. ഈ കാണുന്നത് ആണ് നമ്മുടെ ഇവിടുത്തെ ഒരു മോഴ ആന. മനു എന്ന പേര്, 8 വയസ്സുണ്ട്. അതിന് ആഹാരം കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ കുഞ്ഞു കുട്ടികളെയും കൊണ്ട് നമുക്ക് ആനകളുടെ വിശേഷങ്ങളും ആനകളുടെ കാഴ്ചകളൊക്കെ കാണിക്കാൻ പറ്റിയ ഒരു മനോഹരമായ സ്ഥലമാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആയരനാടുള്ള കോട്ടൂര് ആന പരിപാലന കേന്ദ്രം. അപ്പോൾ എല്ലാവരും അവധി സമയങ്ങളിൽ കുഞ്ഞുങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആനകളെ കുറിച്ച് പഠിക്കാനും ആനകളുടെ കുറിച്ച് അവരുടെ ദിനചര്യകളെല്ലാം കാണാനും കണ്ട് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമുണ്ട്. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 3 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 4 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ നെയ്യാർ ഡാം പോവാം. അപ്പോൾ നെയ്യാർ ഡാം അവിടെ പാർക്കുണ്ട്. അവിടെയൊക്കെ പോയി വിസിറ്റ് ചെയ്ത് പാർക്കൊക്കെ കയറി കണ്ട് നെയ്യാർ ഡാമിൽ പോവാം. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ നെയ്യാർ ഡാമിലേക്ക് പോകുന്നു. അവിടെ ഇപ്പോൾ ഒരു 3 ഷട്ടർ, ഈ കാണുന്ന 4 ഷട്ടറുകൾ തുറന്നു വിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അവിടെയും നല്ല മനോഹരമായ കാഴ്ചയും പാർക്കുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടം കഴിഞ്ഞതിന് ശേഷം നേരെ നെയ്യാർ ഡാമിൽ പോയിട്ട് അവിടെ അതും കണ്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്.